ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. വികസനം കൈവരിക്കുന്നതിനൊപ്പം പരിസ്ഥിതി വിനാശത്തെ തടയുകയും വേണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വികസന പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് പുരോഗമിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സംസ്ഥാനത്ത് ലഹരി ഉപയോഗത്തിനും അക്രമവാസനയ്ക്കുമെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നാളെ യോഗം. കേരള സർവകലാശാലയിലെ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധം പരിഹാരം കാണുമെന്ന് വൈസ് ചാൻസലർ. ISL ഫുട്ബോൾ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. IPLൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. വികസനം കൈവരിക്കുന്നതിനൊപ്പം പരിസ്ഥിതി വിനാശത്തെ തടയുകയും വേണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ ദേശീയ പരിസ്ഥിതി സമ്മേളനം 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ പരിപാടിയിൽ പ്രധാന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചർച്ചയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 120ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും മൻ കി ബാത് തത്സമയം ലഭ്യമാകും. തുടർന്ന് പരിപാടിയുടെ പ്രാദേശിക പരിഭാഷയും ഉണ്ടാകും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വികസന പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് പുരോഗമിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പ്രവൃത്തികൾ 2027 ജൂണിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമെന്നും റെയിൽവേ സ്റ്റേഷൻ വികസനവുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് IT ഹബ്ബ് സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും കേന്ദ്ര സഹമന്ത്രി അറിയിച്ചു. വളരെ ആശാവഹമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഇപ്പോൾ പറയുകയുണ്ടായി. നമ്മുടെ IT പാർക്കിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഡെവലപ്പ് ചെയ്യാവുന്ന സ്ഥലമാണ്. ഈ 27,200 സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. റെയിൽവേയുടെ 12,000 സ്ക്വയർ ഫീറ്റ് അത് അവർ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ ആവശ്യമുള്ളവർക്കും വ്യത്യസ്തമായിട്ടുള്ള റിട്ടയറിംഗ് ഹോംസ്, ഹോട്ടൽസ് ഉള്ള കൊമേഴ്ഷ്യൽ പർപ്പസിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ലഹരി ഉപയോഗവും അക്രമോത്സുകതയും വർദ്ധിക്കുന്നത് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗം നാളെ രാവിലെ നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് യോഗം. വിഷയവുമായി ബന്ധപ്പെട്ട് കർമ്മ പദ്ധതി തയ്യാറാക്കുന്നത് ലക്ഷ്യമിട്ട് വിദഗ്ധർ, വിദ്യാർത്ഥി യുവജന പ്രതിനിധികൾ, സിനിമ, സാംസ്കാരിക മാധ്യമ മേഖലകളിൽ നിന്നുള്ളവർ, അധ്യാപക രക്ഷകർതൃ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. കേരള സർവകലാശാലയിലെ MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ വൈസ് ചാൻസലർ പരീക്ഷാ വിഭാഗത്തിന്റെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. ചൊവ്വാഴ്ചയാണ് യോഗം. വിദ്യാർത്ഥികൾക്ക് പ്രയാസമുണ്ടാകാത്ത തരത്തിൽ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്ന് VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ അറിയിച്ചു. സംസ്ഥാനത്തെ ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 10ാം ദിവസത്തിലേക്ക് കടന്നു. സമരത്തിന്റെ ഭാഗമായി ആശമാർ തിങ്കളാഴ്ച മുടി മുറിച്ച് പ്രതിഷേധിക്കുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിലും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും ആശാപ്രവർത്തകർ മുടി മുറിച്ച് പ്രതിഷേധിക്കും. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ ഫോറൻസിക് വിദഗ്ധയുടെ വിസ്താരം പൂർത്തിയായി. കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധവുമായി പ്രതി സന്ദീപ് ആശുപത്രിയിൽ ആക്രമണം നടത്തിയതിന്റെ ദൃശ്യങ്ങൾ ഫോറൻസിക് വിദഗ്ധ തിരിച്ചറിഞ്ഞു. ഡോക്ടർ വന്ദനയെയും ഒന്നാം സാക്ഷി ഡോക്ടർ ഷിബിനും പരിശോധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രതി സ്വന്തം മൊബൈൽ ഫോണിൽ പകർത്തിയതും ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ണൂർ ADM ആയിരുന്ന K. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണ സംഘം ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം നൽകുക. തൃശൂർ പൂരം വെടിക്കെട്ട് സംബന്ധിച്ച് കഴിഞ്ഞ ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ നടത്തിയ പെസോ നിയമ ഭേദഗതിയിൽ കേന്ദ്ര തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്ന് വെടിക്കെട്ട് പ്രതിസന്ധിയിലെന്ന് പാറമേക്കാവ് ദേവസ്വം. ഫയർ ലൈനിലേക്ക് മാഗസിനിൽ നിന്ന് 200 മീറ്റർ അകലം എന്നതായിരുന്നു ഭേദഗതി. അതേസമയം രാജ്യത്തെ വെടിക്കെട്ട് അപകടങ്ങൾ കണക്കിലെടുത്താണ് കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തിയതെന്നും തൃശൂർ പൂരം ഗംഭീരമായി നടത്തുമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. ശവ്വാൽ മാസപ്പിറവി സംബന്ധിച്ച് ഏകീകൃത തീരുമാനമെടുക്കാൻ വിവിധ ജമാഅത്തുകളിലെ ഇമാമുമാരും മഹല്ല് ഭാരവാഹികളും നാളെ തിരുവനന്തപുരത്ത് യോഗം ചേരും. വൈകുന്നേരം 6:30 പാളയം ജുമാ മസ്ജിദിലാണ് യോഗം. റംസാൻ, വിഷു ആഘോഷങ്ങളോടനുബന്ധിച്ച് കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിൽ കൈത്തറി പ്രദർശന വിപണന മേള ആരംഭിച്ചു. ഇന്ന് വൈകിട്ട് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മേളയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. വിവിധ ജില്ലകളിൽ നിന്നായി 40-ലധികം കൈത്തറി ഉൽപാദക സഹകരണ സംഘങ്ങൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. മ്യാൻമറിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വൻ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 കടന്നു. 2000-ഓളം പേർക്ക് പരിക്കേറ്റു. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ തുടർ ഭൂകമ്പങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് രേഖപ്പെടുത്തിയത്. തായ്ലൻഡിന്റെ തലസ്ഥാനമായ ബാങ്കോക്കിൽ ഭൂകമ്പത്തെ തുടർന്ന് 50ഓളം പേരെ കാണാതായി. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ഇന്ന് 6 മൃതദേഹങ്ങൾ കണ്ടെത്തി. ISL ഫുട്ബോൾ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 7:30 നടക്കുന്ന ആദ്യ പ്ലേ ഓഫിൽ ബംഗലൂരു മുംബൈ സിറ്റിയെ നേരിടും. അടുത്ത മാസം 12-നാണ് ഫൈനൽ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായിരുന്ന അറക്കൽ രാജവംശത്തിന്റെ ആസ്ഥാനമായ കണ്ണൂരിലെ അറക്കൽ കൊട്ടാരം നവീകരിക്കുന്നു. 7 കോടിയോളം രൂപയാണ് നവീകരണത്തിനായി നീക്കിവച്ചിട്ടുള്ളത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഴയ ദർബാർ ഹാൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് നവീകരിക്കുന്നത്. പുരാവസ്തു പുരാരേഖ വകുപ്പാണ് അറക്കൽ കൊട്ടാരത്തിന്റെ അറക്കൽ മ്യൂസിയം സംരക്ഷിത പൈതൃക കേന്ദ്രമാക്കി മാറ്റിയത്. മന്ത്രിയുടെ അധ്യക്ഷതയിൽ അറക്കൽ മ്യൂസിയം ഹാളിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. വരും തലമുറയ്ക്ക് ഭൂതകാല ചരിത്രമറിയാൻ ചരിത്രരേഖകളും സ്മാരകങ്ങളുമെല്ലാം സംരക്ഷിക്കപ്പെടണമെന്ന് മന്ത്രി പറഞ്ഞു. അറക്കൽ കൊട്ടാരത്തിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനും ചരിത്ര സൂക്ഷിപ്പുകൾ സംരക്ഷിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. തലശ്ശേരി പൈതൃക ടൂറിസം പ്രൊജക്ടിന്റെ മറ്റൊരു പദ്ധതിയായ ഊർപ്പഴശ്ശിക്കാവിന്റെ പ്രവൃത്തി 90% പൂർത്തിയായതായും മന്ത്രി അറിയിച്ചു. തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിന് നാളെ തിരുവനന്തപുരത്ത് കൊടിയേറും. നാളെ ഉച്ചയ്ക്ക് വെള്ളറടയിൽ നിന്ന് പ്രത്യാശയുടെ കുരിശിന്റെ വഴി ആരംഭിക്കും. വൈകുന്നേരം നെയ്യാറ്റിൻകര രൂപതാ ബിഷപ്പ് വിൻസെന്റ് സാമുവൽ പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന സമ്മേളനം മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്യും. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന തീർത്ഥാടനത്തിന്റെ ആദ്യഘട്ടം നാളെ മുതൽ ഏപ്രിൽ 6 വരെയും രണ്ടാം ഘട്ടം ഏപ്രിൽ 17, 18 തീയതികളിലും നടക്കും. 7 വർഷമായി മുടങ്ങാതെ വാർഷിക പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടത്തി കുട്ടികൾക്ക് ഉത്തരക്കടലാസ് നൽകി മാതൃകയായി പത്തനംതിട്ട ഓമല്ലൂർ പന്ന്യാലി ഗവൺമെന്റ് UP സ്കൂൾ. വാർഷിക പരീക്ഷകളുടെ ഫലം സമയബന്ധിതമായി രക്ഷിതാക്കളെയും കുട്ടികളെയും അറിയിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് മുതലേ ഈ സ്കൂളിൽ ഇതൊരു പതിവാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. വാർഷിക പരീക്ഷ കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും വിളിച്ചുകൂട്ടി സൂക്ഷ്മതയോടെ മൂല്യനിർണ്ണയം ചെയ്ത ഉത്തരക്കടലാസ് നൽകിയാണ് ഓമല്ലൂർ പന്ന്യാലി ഗവൺമെന്റ് UP സ്കൂൾ മറ്റുള്ള വിദ്യാലയങ്ങൾക്കും മാതൃകയാകുന്നത്. 150ഓളം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന വിദ്യാലയത്തിൽ ഹെഡ്മിസ്ട്രസ് സ്മിതാകുമാരിയുടെ നേതൃത്വത്തിൽ അധ്യാപകരുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഇത്. അതത് ദിവസത്തെ പരീക്ഷാ പേപ്പറുകൾ അതത് ദിവസങ്ങളിൽ തന്നെ മൂല്യനിർണ്ണയം ചെയ്യുക എന്നതാണ് ഇവിടുത്തെ രീതി. കുട്ടികളുടെ പഠന നിലവാരം രക്ഷിതാക്കൾക്ക് കൃത്യമായി മനസ്സിലാക്കുന്നതിനും ഇത് തുടർ പഠനത്തിന് ഏറെ സഹായകരമാവുകയും ചെയ്യുന്നുണ്ട്. അനധികൃത കുടിയേറ്റം തടയൽ നിയമം കേരളത്തിൽ കർശനമായി നടപ്പാക്കണമെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ. ലഹരിക്കെതിരായ പോരാട്ടത്തെ CPM-ഉം കോൺഗ്രസും ദുർബലമാക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് ഓട്ടോറിക്ഷയിൽ ലഹരി കടത്തിയ യുവാവ് അറസ്റ്റിൽ. ചെങ്കള ചെറുകരയിലെ മുഹമ്മദ് അബൂബക്കർ സിദ്ദീഖാണ് അറസ്റ്റിലായത്. 280 ഗ്രാം MDMA-യും 27 ഗ്രാം കഞ്ചാവും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. തൊടുപുഴയിൽ വിദ്യാർത്ഥി സംഘർഷം നിയന്ത്രിക്കാനെത്തിയ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ 7 SFI പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി. ന്യൂമാൻ കോളേജിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകനെ ബലമായി മോചിപ്പിച്ചത് ഉൾപ്പെടെയാണ് കേസ്. പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച സംഭവത്തിൽ CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 25 പേർക്കെതിരെ കേസെടുത്തു. കണ്ണൂർ മട്ടന്നൂർ ചാവശ്ശേരിയിൽ നിന്ന് സ്കൂട്ടർ മോഷ്ടിച്ചയാളെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മട്ടന്നൂർ പോലീസ് പിടികൂടി. തൃശൂർ മേലേപ്പുരയ്ക്കൽ അഭിജിത്താണ് പിടിയിലായത്. 65ഓളം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസനം കൈവരിക്കുന്നതിനൊപ്പം പരിസ്ഥിതി വിനാശത്തെ തടയുകയും വേണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വികസന പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് പുരോഗമിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സംസ്ഥാനത്ത് ലഹരി ഉപയോഗത്തിനും അക്രമവാസനയ്ക്കുമെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നാളെ യോഗം. കേരള സർവകലാശാലയിലെ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധം പരിഹാരം കാണുമെന്ന് വൈസ് ചാൻസലർ. ISL ഫുട്ബോൾ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. IPL-ൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.